ആകാശവാണി കോഴിക്കോട്. എന്നാ പിന്നെ നേരത്തെ വീട്ടിൽ കയറി വരും. അതുമില്ല, രാവിലെ തുടങ്ങിയ നടത്താണ് പൊലച്ചക്ക് 5 മണിക്ക്. ഇതിപ്പോ നേരെ നടന്ന അങ്ങ് അമേരിക്കയിലെത്തും. അല്ല, ഞാനിത് ആരോടാ ഈ പറയുന്നു? മിണ്ടാ, അത് കൂച്ച ചവിട്ട് കിട്ടും. പൈനക്കറന്ന് സൊസൈറ്റിയിൽ പാല് കൊണ്ട് കൊടുത്ത് വരുമ്പോക്ക് കൃഷ്ണാട്ടിന് പോവാനായി. പിന്നെ ചായ കുടിച്ച് പാത്രമെല്ലാം കഴുകി വെക്കുമ്പോക്ക് ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയായി. അതിനിടക്ക് പൈക്ക് പുല്ലരിയണം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ സഹിക്കാൻ പറ്റാത്തൊരു ചോദ്യമുണ്ട്, എനിക്കെന്താ നീ വീട്ടിൽ ഇത്രക്ക് പണി? പാവാന്നപ്പാ, ദേശം കുടിക്കും. രാവിലോട്ടെ ഈ പണിയിൽ കൊത്തി കഷ്ടപ്പെടുന്നല്ലേ. കുടിച്ചോട്ട്, പക്ഷെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുടിക്കാലോന്നേ ഇല്ലു. ഞാൻ നേരത്തെ വീട്ടിലേക്ക് വരാലാ. ഓ, അതാ വരുന്നുണ്ട്. ലേശം കുടിച്ചെന്ന് സംശയമുണ്ട്. പാവാണ്. അല്ല കൃഷ്ണേട്ടാ, നിങ്ങൾക്ക് വല്ല നേർച്ചയുണ്ടാ? ഈ മദ്രാസ് മേലിൽ പോയിച്ച വീട്ടിലേക്ക് വന്നു കയറിക്കൊടുന്നു. എന്നേരമണി നീ ഒറ്റക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പെറുവിറുത്തോണ്ട് നിൽക്കുന്നത്? ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആരോട് പോയി ഒറ്റക്ക് വർത്താനം പറയുന്നു. ഓ, ഇന്നും ലേശം കുടിച്ചിട്ടുണ്ടെന്ന് തോന്നല്ല. അല്ല കൃഷ്ണേട്ടാ, നിങ്ങൾക്കൊരു വിചാരവും വേണ്ടേ? ഞാനും കുഞ്ഞു ഇവിടെ ഒറ്റക്ക ഇല്ലൂന്ന്. മോനാണെങ്കിൽ നേരത്തെ ഉറങ്ങും ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥൻ വീട്ടിൽ വരും പോലെ അവ കല്ലുകൊത്താൻ പോയതിന് വരാൻ. ഇന്ന് പണിയിൽ നിന്ന് കയറാൻ കുറേ വെയ്തു. എടുത്ത പണി തീർക്കാണ്ട് അവിടുന്ന് കയറി വരാൻ കഴിയാ, നിനക്ക് അറിയുന്നതല്ലേ ഇത്. അന്ന് ചീമേനി എത്തുമ്പോഴോ ആ എപ്പം വരുന്ന ബസ്സും വിട്ടുപോയി. കുറേ സമയം അവിടെ നിന്നു, വണ്ടിയൊന്നും കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിട്ട്. അപ്പോഴൊക്കെ നമ്മൾ മോഹൻ്റെ ടെമ്പോ വരുന്നു. കൃഷ്ണേട്ടാ, നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാ, ഞാൻ അങ്ങോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ കയറിയിട്ട് ചെറുപ്പത്തൂരെത്തി. ആടുന്ന് പിന്നെ ഷാപ്പിൽ നിന്ന് 2 കുപ്പി കള്ളു കുടിച്ചു. അതിൻ്റെ പേരിലാണ് നീക്കി വീട് വേണം, അതെനിക്കറിയാം. ആ, എന്നാലും വേഗം കുളിക്കാൻ നോക്ക്. ഞാനതാ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനെന്നാ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നീ ലേശം ചോറ് വളഞ്ഞു. നല്ല വിശപ്പുണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് ഭയങ്കര ക്ഷീണം.